പത്തനംതിട്ട ജില്ലയിലെ സീതത്തോട് നിന്നും ഞങ്ങളൊരു ചെറിയ വിനോദയാത്ര പോയി. കുടുംബസമേതമുള്ള ഒരു യാത്ര. അത്യധികം ആകർഷകമായ, വളരെ എൻജോയബിളായ ഒരു യാത്രയായിരുന്നു അത്. സീതത്തോട് അതിസുന്ദരമായ ഒരു പ്രദേശമാണ്. ഇത് ഞങ്ങളുടെ ബന്ധം എന്നാൽ ഞങ്ങളുടെ ഇളയ മകളുടെ ഭർത്താവ് കാർത്തിക്കിൻ്റെ ജന്മസ്ഥലമാണ് സീതത്തോട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട കാർത്തിക്കിൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പമായിരുന്നു ഞങ്ങളുടെ ഉല്ലാസയാത്ര. വളരെയധികം സന്തോഷഭരിതമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു അത്. സീതത്തോട് എന്ന് പറയുന്നത് മലനിരകളും താഴ്വരകളും ചെറിയ ചെറിയ നദികളും കൊണ്ട് സമ്പന്നമായ അതിമനോഹരമായ ഒരു ഭൂഭാഗമാണ്. അതിന് പുരാണപരമായിട്ടുള്ള ഒരു ചരിത്ര പ്രാധാന്യം കൂടെ ഉണ്ട് അതിന്. അതായത് ശബരിമലയും അതുപോലെ രാമായണവുമായി ബന്ധപ്പെട്ട പല കഥകളുമായിട്ട് ഈ പ്രദേശത്തിന് ബന്ധമുണ്ട് എന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. രാമായണ കഥാപശ്ചാത്തലത്തിൽ ശ്രീരാമൻ്റെ വനവാസകാലത്ത് സീതാദേവി ഇവിടെ വിശ്രമിച്ചതായോ അതുപോലെ നദികളിൽ ജലസ്നാനം ചെയ്തതായിട്ടുള്ള വിശ്വാസത്തിൽ നിന്നാണ് ഈ പ്രദേശത്തിന് സീതത്തോടെന്നുള്ള പേര് വന്നത്. എന്തായാലും സീതയെപ്പോലെ തന്നെ അതിമനോഹരമായ ഒരു പ്രദേശമാണ് സീതത്തോട്. ഞങ്ങൾ രണ്ട് കുടുംബാംഗങ്ങളും ഒരുമിച്ച് സീതത്തോടിൻ്റെ നാട്ടുവഴികളിലൂടെ വനപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചു. അങ്ങനെ ഞങ്ങൾ പമ്പ നദിയുടെ കരയിലേക്ക് പോയി. നമ്മളെപ്പോഴും ജനങ്ങളാൽ അല്ലെങ്കിൽ തീർത്ഥാടകരാൽ നിറഞ്ഞു കവിയുന്ന പമ്പ നദിയുടെ തീരം വിജനമായി കണ്ട ഒരു സന്ദർഭമായിരുന്നത്. പമ്പ നദി യാതൊരു തിരക്കുമില്ലാതെ ഒഴുകി പരന്നു പോകുന്ന ഒരു കാഴ്ച സത്യത്തിൽ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ആയിരക്കണക്കിന് ജനങ്ങൾ തിങ്ങി തീർത്ഥാടന കാലത്ത് ഒരു തരി മണ്ണ് വീണാൽ നിലത്ത് പോകാത്ത ആ ലെവലിലുള്ള പുരുഷാരം കൂടി നിൽക്കുന്ന ഒരു പ്രദേശമായിട്ട് മാത്രമേ നാം ഈ പമ്പ ക്ഷേത്രത്തെയൊക്കെ കണ്ടിട്ടുള്ളൂ. പമ്പ ഗണപതി ക്ഷേത്രത്തെ വളരെ തിക്കും തിരക്കും കുറഞ്ഞ, ആളൊഴിഞ്ഞ രീതിയിൽ കാണാനും പമ്പ ഗണപതി ഭഗവാനെ സന്ദർശിക്കാനും തൊഴാനും കിട്ടിയ വലിയ ഒരു അവസരമാണ് വന്നു ചേർന്നത്. അതിനുശേഷം ഞങ്ങൾ പോയത് പരുന്തിൻപാറയിലേക്കാണ്. പരുന്തുംപാറ അതുപോലെ തന്നെ അതിമനോഹരമായ ഒരു പ്രദേശമാണ്. പ്രകൃതി ഭംഗി കനിഞ്ഞനുഗ്രഹിച്ചിട്ടുള്ള ഒരു പർവ്വത പ്രദേശം. നമ്മൾ അതിനെ വിശേഷിപ്പിക്കുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ സ്വിറ്റ്സർലൻഡ് എന്നാണ്. കാരണം ചരിഞ്ഞു കിടക്കുന്ന മലനിരകൾ, ലാൻഡ്സ്കേപ്പുകൾ, മനോഹരമായ പുൽത്തകടികൾ, ഇതൊക്കെ നിറഞ്ഞ ഒരു പ്രദേശമാണ് പരുന്തുംപാറ. ഒരുപാട് വിനോദസഞ്ചാരികൾ അവിടെ വന്നെത്തിച്ചേരുന്നുണ്ട്. അപ്പം ഞങ്ങൾ ആദ്യം പമ്പയിൽ നിന്നും പരുന്തുംപാറയ്ക്ക് യാത്ര തിരിച്ചു. അതിനിടയിൽ ഞങ്ങൾ ഒരു വനറാണി എന്ന് പറയുന്ന ഒരു ഭക്ഷണശാലയിൽ കയറി. അവിടെ നല്ല രസകരമായിട്ടുള്ള നാടൻ ഭക്ഷണങ്ങൾ യഥേഷ്ടം രുചികരമായിട്ട് കഴിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ, ഞങ്ങളുടെ കാർത്തിക് മോൻ്റെ അച്ഛനും അമ്മയും ബന്ധുക്കളും അതുപോലെ ഞങ്ങളെല്ലാവരും വളരെയധികം സന്തോഷിച്ച ചില നിമിഷമായിരുന്നു അത്. അവിടുന്ന് ഞങ്ങൾ പരുന്തുംപാറയിലേക്ക് പോയി. കുറച്ചേറെ യാത്ര ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ കൂടെ പത്തനംതിട്ടയുടെ ഗ്രാമീണ സൗന്ദര്യം ആവോളം ആസ്വദിച്ചുകൊണ്ടാണ് ഞങ്ങൾ വനപ്രദേശങ്ങളിലൂടെ ചെറിയ ചെറിയ ഗ്രാമങ്ങളിലൂടെയും കടന്നുപോയത്. പരുന്തുംപാറയിലെത്തി അവിടുത്തെ പർവ്വതത്തിൻ്റെ അല്ലെങ്കിൽ കുന്നിൻ ചെരുവുകളുടെ ഭംഗി ആസ്വദിക്കുകയും കുറച്ചേറെ ചിത്രങ്ങൾ എടുക്കുകയും ചെയ്തു. ഇത് മറക്കാനാവാത്ത ഒരു യാത്രയായിരുന്നു. സന്തോഷത്തിൻ്റെ ഓർമ്മകളായിരുന്നു എല്ലാവരും പരസ്പരം പങ്കുവച്ചത്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന അച്ചുവാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. ഈ ട്രിപ്പ് ഏറ്റവും മനോഹരമാക്കാൻ, ഏറ്റവും ആസ്വാദ്യകരമാക്കാൻ അച്ചുവിൻ്റെ സംഭാവന ചെറുതായിരുന്നില്ല. വലിയ കുസൃതികളും വലിയ നാണവും വലിയ തമാശകളും ഒക്കെ പറയുന്ന നല്ല ഒരു ഫിലോസഫിക്കൽ തോട്ട്സൊക്കെ പങ്കുവയ്ക്കാൻ കഴിയുന്ന 1ാം ക്ലാസ്സുകാരി. അതിനിടയ്ക്ക് ഇവിടെ പല രീതിയിലുള്ള പ്രകടനങ്ങൾ ശരിക്കും
നമുക്ക് ട്രിപ്പ് കൂടുതൽ ആസ്വാദ്യകരവും എൻ്റർടൈൻമെൻറ്റും ഒക്കെ ആക്കി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ മികച്ച ഒരു യാത്രാനുഭവമായി ഞങ്ങൾ സീതത്തോട് നിന്നും പമ്പയിലും അത് കഴിഞ്ഞ് പരുന്തുംപാറയിലുമുള്ള മികച്ച ഒരു യാത്ര, കുടുംബസമേതമുള്ള ഒരു യാത്രകൾ ആസ്വാദ്യകരമാവുക എന്നത് ചെറിയ കാര്യമല്ല. എല്ലാവരും നന്നായി സഹകരിച്ചതുകൊണ്ടും നല്ല രീതിയിൽ അതിനുവേണ്ടി തയ്യാറെടുത്തതുകൊണ്ടും ഈ കാര്യങ്ങൾ നൽകാൻ കഴിയും. പമ്പ ഗണപതിയുടെ ക്ഷേത്രമാണ് ഈ കാണുന്നത്. ഇത്രമാത്രം തിരക്കില്ലാതെ ഈ ക്ഷേത്രം ഇതിനു മുൻപ് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആ കാര്യം ഒന്ന് കമൻ്റായിട്ട് ഇടണേ. ഇത് ഇത്രമാത്രം തിരക്കില്ലാതെ ഇത്രമാത്രം വിശാലമായി പമ്പ ഗണപതി ക്ഷേത്രം ഉണ്ട് എന്ന് നാം മനസ്സിലാക്കിയത് ഇപ്പോഴാണ്. ഒറ്റ സന്ദർശകരും അല്ലെങ്കിൽ അയ്യപ്പ ഭക്തരും ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. മികച്ച രീതിയിലാണ് ഈ യാത്ര ഞങ്ങൾ ആസൂത്രണം ചെയ്തത്. ശരിക്കും ഭഗവാനെ കൺനിറയെ കാണാനും തൊഴാനും ഉള്ള വലിയ ഒരു അവസരമാണ് ഞങ്ങൾക്ക് വന്നു ചേർന്നത്. സാധാരണ പമ്പയിൽ നട തുറന്നിട്ടുണ്ട് എങ്കിൽ ഇതുപോലെ ഞങ്ങൾ കാണാനുള്ള സൗകര്യം ഉണ്ടാവുകയില്ല. പമ്പയിൽ വഴിപാടും നടത്തി അവിടെ നിന്ന് പ്രസാദവും വാങ്ങി, നല്ല രുചികരമായ പ്രസാദമാണ് ആയിരുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ആ പ്രസാദവും വാങ്ങിയാണ് ഞങ്ങൾ പരുന്തുംപാറയ്ക്ക് പോയത്. എന്തായാലും ഒരു ദിവസത്തെ ഒരു ചെറിയ ട്രിപ്പ് അത് അതിമനോഹരമാക്കി എന്ന് പറയാതിരിക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, അവർ ഫ്ലൈസ് എന്ന ചാനലിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ഫോട്ടോകളൊക്കെ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ കൂടി യഥാർത്ഥത്തിൽ ഈ ഫോട്ടോസ് എക്കാലത്തെയും ഒരു ഓർമ്മച്ചെപ്പായിട്ട് ഏത് സമയത്തും ഓർമ്മകൾ പുതുക്കുവാനായിട്ട് കഴിയുന്ന ഒരു ഉപാധിയായിട്ട് കൂടിയാണ് ഞങ്ങളിതിനെ കണക്കാക്കുന്നത്.